ഇന്നത്തെ ഹൊറർ സ്റ്റോറി ബീഹാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ റിയലായിട്ട് ഇന്നും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കഥയാണ്. പണ്ടൂപ്പ എന്നാണ് ആ ഒരു ക്രീച്ചറിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പുഴകൾ, അതേപോലെ നദികൾ, പിന്നെ ചെറിയ ചെറിയ തടാകങ്ങൾ, ഇവിടെയൊക്കെ രാത്രി കാലങ്ങളിൽ ചെന്നിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഭൂതമുണ്ട്. അവർ വന്നിട്ട് ഇവരെ വെള്ളത്തിലേക്ക് തള്ളിയിടും, അതുകൊണ്ട് കൊന്നുകളയും എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഇന്നും ആ ഒരു വിശ്വാസം അതേപോലെ തന്നെ ഗ്രാമവാസികൾക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പഴയ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് മെയിനായിട്ട് ഈ ഒരു വിശ്വാസമുള്ളത്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് വരാം. മോഹൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അപ്പോൾ ഇത് നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോൾ ഒന്നല്ല. മോഹൻ ഒരു പയ്യനുണ്ട്. അപ്പോൾ പയ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യൻ്റെ ബർത്ത്ഡേ ആണ്, 18ാമത്തെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ കോളേജിൽ ചെന്നപ്പോൾ തന്നെ പിള്ളേരൊക്കെ പറഞ്ഞു, നീ കോളേജിൽ വന്നിട്ട് നിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ 18ാമത്തെ ബർത്ത്ഡേ നീ ആവാൻ പോവുകയാണ്, അപ്പോൾ ഇപ്പോഴാണ് നീ വലിയൊരാളായത് എന്നൊക്കെ പറയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ചോദിക്കും, എന്താണ് പരിപാടി, ട്രീറ്റ് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കണം. ഇത് 10-12 കൊല്ലം മുമ്പുള്ള കഥയാണ്. അപ്പോൾ പയ്യൻ പറയുന്നു, എനിക്കങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല, ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നൊക്കെ ആൾ പ്ലാൻ ചെയ്തിട്ട് അന്നത്തെ ആ ഒരു കോളേജിലുള്ള സംഭവം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഈ ബസ്സിലാണ് ആൾ വരുന്നത്. ബസ്സിൽ വന്നപ്പോൾ തന്നെ ആളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ വരികയാണ്. നമുക്ക് എന്തുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തുകൂടാ, കാരണം ഇപ്പോഴാണ് അവൻ മേജറായത്. അപ്പോൾ മേജറായപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിയ ആളായിട്ട് കാണിക്കണമല്ലോ എന്നൊരു ചിന്ത വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ബസ് സ്റ്റോപ്പ് ഇറങ്ങിയപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്, എല്ലാ മുതിർന്ന പയ്യന്മാരും ഒരു 10-20-22 വയസ്സായ ചെക്കന്മാരൊക്കെ സിഗരറ്റൊക്കെ മാറി നിന്ന് വലിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവർ മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ മനസ്സിലേക്ക് ചെറിയൊരു മോഹം, എന്തുകൊണ്ട് 18ാമത്തെ വയസ്സായി നമുക്കിനി ഇതൊക്കെ തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ ഞാൻ വലുതായി എന്ന് തന്നെ നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ എനിക്ക് കോളേജിൽ പോയിട്ട് പറയാലോ, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാലോ എന്ന് ഒക്കെ ആൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പുള്ളി കുറേ സിനിമയൊക്കെ കാണുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ സിനിമയിലൊക്കെ ഇങ്ങനെ ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്ന ഇങ്ങനെയൊക്കെ മാറി ഒറ്റയ്ക്ക് നിന്നില്ല, മലയുടെ മുകളിൽ പോയി അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും പുഴയുടെ വക്കത്തൊക്കെ വന്നിരുന്നാണ് ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് ആൾക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വീട്ടിൽ ചെല്ലുന്നു. അവൻ്റെ അച്ഛൻ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ ഈ ഒരു സംഭവം രണ്ടും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആൾ പോകുന്നു, വീട്ടിൽ നിന്ന് ഒരു മദ്യത്തിൻ്റെ കുപ്പിയും അതേപോലെ തന്നെ സിഗരറ്റ് മോഷ്ടിക്കുന്നു. എൻ്റെ പ്ലാൻ ചെയ്യുന്നു, രാത്രി എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു പുഴയുടെ കടവിൽ പോയിട്ട് ഇത് വലിച്ചുകൂടാ എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അവന് പഴയ ആൾക്കാരൊക്കെ പറഞ്ഞൊരു കഥ അവന് ഓർമ്മ വന്നു. ഇങ്ങനെ രാത്രി കാലങ്ങളിൽ പുഴയുടെ വക്കത്ത് പോകണ്ട, ഇങ്ങനെ പണ്ടൂപ്പ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആൾ 18 വയസ്സ് കഴിഞ്ഞല്ലോ, കോളേജിലൊക്കെ പോകുന്നതാണ്, നഗരത്തിൽ പോയി പഠിക്കുന്നതാണ്. അപ്പോൾ അതിലൊന്നും ആൾക്ക് വിശ്വാസമൊന്നുമില്ല. അതിനെ പാടെ അവഗണിച്ച് നേരെ ഈ ഒരു പുഴയുടെ പക്കത്ത് പോയിരുന്ന് മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യാമെന്നൊക്കെ ആൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ രാത്രി സമയമായി, ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴേക്കും അവൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ സമയം നോക്കി, വീട്ടിലാരുമില്ലാത്ത സമയം നോക്കി അച്ഛൻ്റെ റൂമിൽ പോയിട്ട് ഈ ഒരു സിഗരറ്റും അതേപോലെ തന്നെ മദ്യത്തിൻ്റെ കുപ്പിയും അടിച്ചു മാറ്റി ഇവൻ്റെ റൂമിൽ കൊണ്ടുവരുന്നു. അങ്ങനെ സമയം കഴിഞ്ഞൊരു 9-10 മണിയൊക്കെ ആയപ്പോൾ വീട്ടുകാർ കിടന്ന് ഉറങ്ങി. ആ സമയത്ത് ആൾ പുറത്തേക്കിറങ്ങി ഇവൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു നദിയുടെ അടുത്തേക്ക് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ ഉണ്ട്. ആൾ അത്രയും ദൂരം നടന്നപ്പോൾ ആൾക്ക് മനസ്സിലായി, നല്ല കൂരാക്കുരി ഇരുട്ടാണ്. ഈ ഇരുട്ടത്ത് എങ്ങനെ അവിടെ വരെ എത്തും എന്ന ആൾക്കൊരു ഭയം, ഒരു പേടിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേറെ തന്നെ കയ്യിൽ ചെറിയൊരു മൊബൈൽ ഫോൺ ഉണ്ടായി ആളുടെ കയ്യിൽ. മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ഫ്ലാഷ് അടിച്ചടിച്ച് പോകുന്നു. അങ്ങനെ ചെന്ന് ആൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പുഴ കിടക്കുകയാണ്, ചെറിയൊരു നിലാവുണ്ട്. അപ്പോൾ പുഴയുടെ വക്കത്ത് ഒരു കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു. അടുത്ത് മദ്യക്കുപ്പി പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, സിഗരറ്റൊക്കെ റെഡിയാക്കി വയ്ക്കുന്നു. അങ്ങനെ പയ്യെ സിഗരറ്റ് കത്തിച്ച് ഒരു 2-3 വലിയൊക്കെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴേക്കും പുഴ ശാന്തമായി കിടന്ന പുഴയിൽ പെട്ടെന്ന് ചെറിയ കുമളകളൊക്കെ വരാൻ തുടങ്ങി. അവിടെ നിന്നുള്ളതൊക്കെ ആൾ ശ്രദ്ധിക്കുന്നില്ല. ആളിങ്ങനെ വലിച്ചിരുന്ന് അവന് ചുമയും കാര്യങ്ങളും തുമ്മലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ഒരു വികൃതമായിട്ടുള്ളൊരു 8 കാലുള്ള, നമ്മുടെ 8കാലിനൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ജീവി നീലക്കണ്ണുകളൊക്കെ ആയിട്ട് ഇയാളുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ ആദ്യം ഇരുട്ടത്താണ് കാണുന്നത്. ഇവൻ പിന്നെ നോക്കിയപ്പോൾ ഈ ജീവിനെ കാണുന്നില്ല.
അപ്പോൾ നോർത്ത് ഇത് തോന്നിയതാവും. നോർത്ത് നമ്മുടെ മദ്യത്തിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് പയ്യെ ചെറിയായിട്ടൊക്കെ ഒഴിക്കുന്നു. അതും കുടിച്ച് ഇങ്ങനെ കിടക്കുന്നു. കിടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴാണ് ആൾക്ക് ഈ ഒരു ജീവി ഇവൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇവനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കി നിന്നിട്ട് ആ ജീവി ചെയ്യാൻ പോകുന്നത് ഇവൻ്റെ കയ്യിലേക്ക് ഈ ജീവിയുടെ കൈ ഇങ്ങനെ നീട്ടുകയാണ്. ജീവി ചോദിക്കുന്നത് ഈ മദ്യത്തിൻ്റെ കുപ്പിയും അതേപോലെ തന്നെ ഈ സിഗരറ്റുമാണ് ചോദിക്കുന്നത്. ഈ കഥ തന്നെയാണ് ഇവൻ നാട്ടുകാർ പറഞ്ഞേക്കണം കേൾക്കുന്നത്. ഈ ജീവി വന്നിട്ട് ആദ്യം ചോദിക്കും, നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ജീവി നമ്മളെ കൊണ്ട് ആ പുഴയിലേക്ക് പോകും എന്നാണ് നാട്ടുകാർ പറഞ്ഞേക്കണ കഥ. അങ്ങനെ ഇവന് പെട്ടെന്ന് ആ കഥയൊക്കെ ഓർമ്മ വന്നു. ജീവി ഫ്രണ്ടിൽ വന്നപ്പോൾ വേഗം തന്നെ ഇവൻ മദ്യക്കുപ്പി എടുത്ത് കൊടുക്കുന്നു. ജീവി ആ മദ്യക്കുപ്പി മേടിച്ച് അവിടെ അടുത്ത കൈയിലേക്ക് പിടിക്കുന്നു. വീണ്ടും ചോദിക്കുന്നത് ഈ പുകയാണ്. കാരണം ഈ സിഗരറ്റിൽ നിന്ന് പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുകയാണ് ചോദിക്കുന്നത്. ഇവൻ ആ പുകയും കൊടുക്കാൻ നേരത്തെ ജീവി അപ്പം തന്നെ ജീവിയുടെ രണ്ട് കൈകളും കൂടി ഇവനട് കയറി പിടിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് പോയി താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോയി ശ്വാസം കിട്ടാതായപ്പോൾ തന്നെ ഇവന് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഈ ജീവി ഈ നദിയുടെ അടിത്തട്ടിലേക്കാണ് കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. അങ്ങനെ ജീവി അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി അവനെ താഴത്ത് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. തൊട്ടടുത്ത ദിവസം ഇവൻ്റെ വീട്ടുകാരും നാട്ടുകാരും പോലീസുകാരും എല്ലാവരും അന്വേഷണം തുടങ്ങി. എവിടെയും അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ആരും ഈ പുഴവക്കത്തേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ അവരെല്ലാവരും കൂടി പുഴയുടെ വക്കത്ത് വന്നിട്ട് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ ഇവർ കണ്ടത് ഒരു കാലിക്കുപ്പിയും അതേപോലെ തന്നെ സിഗരറ്റിൻ്റെ പാക്കറ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, ഒന്നില്ലെങ്കിൽ അവൻ വന്നതാവാം. കാരണം ആ സിഗരറ്റിൻ്റെ ബ്രാൻഡ് വലിക്കുന്നത് അവൻ്റെ അച്ഛൻ മാത്രമുള്ളൂ. അവൻ തന്നെയാണ് അവിടെ വന്നേക്കണേ, അവനെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്നും ആ ഒരു പേര് സ്വപ്നം നിൽക്കുന്നുണ്ട്. മോഹൻ അതേപോലെ തന്നെ ഈ ഒരു പണ്ടൂപ്പയും ഇന്നും അവിടുത്തെ സംസാര വിഷയമാണ്. കാരണം അവസാനമായിട്ട് മരണപ്പെട്ടത് മോഹനാണ് അവിടെ. ഇങ്ങനത്തെ ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഹൊറർ സ്റ്റോറിയായിട്ട് നമുക്ക് നാളെ കഴിഞ്ഞ് കാണാം. താങ്ക് യു.